പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പത്രോസിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് നമുക്ക് ആ വചനഭാഗത്ത് വായിക്കുവാനായിട്ടിടയായത്. എന്നാൽ വളരെ സ്പെസിഫിക് ആയിട്ട്, എ ഫെയ്ത്ത് ദാറ്റ് ഫ്ലക്ച്വേറ്റ്സ് ഓർ ഈസ് നോട്ട് സ്റ്റഡി, ദൈവത്തിലുള്ളതായ വിശ്വാസം സ്റ്റഡിയായി നിൽക്കാത്ത വിശ്വാസം, മാറിക്കൊണ്ടിരിക്കുന്ന അൺസ്റ്റബിളായിട്ടുള്ള വിശ്വാസം, ഇവയിൽ നിന്നുകൊണ്ടാണ് നാം ഇന്ന് വചന ശുശ്രൂഷ മുൻപോട്ട് നയിക്കുന്നത്. കാരണം ആത്മീക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന പ്രകാരമുള്ള ഒരു ജീവിതത്തിൽ വിശ്വാസത്തിന് വളരെ അത്യധികമായ സ്ഥാനമാണുള്ളത്. വിശ്വാസത്തിലൂടെ മാത്രമേ ദൈവത്തെ പ്ലീസ് ചെയ്യുവാൻ കഴിയൂ എന്ന് തിരുവചനത്തിൽ എബ്രായ ലേഖനകർത്താവ് എഴുതിയിട്ടുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പ്രസംഗവും പഠിപ്പിക്കലും പ്രാക്ടീസും ഇല്ലാതെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നന്മകൾ, അതിലൂടെയുള്ളതായ ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ നമുക്കൊരിക്കലും കഴിയില്ല. വിശ്വാസത്തിൻ്റെ ശോഷണമാണ്, വീക്കായിട്ടുള്ള വിശ്വാസമാണ് ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ കാരണം. ഇന്ന് നാം സമൂഹത്തിൽ, ഈ മോഡേൺ കാലഘട്ടത്തിൽ കാണുന്നതായ ആത്മിക ജീവിതത്തിൻ്റെ ശോഷണം, സ്പിരിച്വാലിറ്റി ഡേ ബൈ ഡേ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ഒരു വ്യക്തിയിലായാലും, ഭവനത്തിലായാലും, സഭയിലായാലും, സമൂഹത്തിലായാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നാമവും വളരെ ലൈവായി നിൽക്കുന്നത് വിശ്വസിക്കുന്നവരുടെയായ വ്യക്തിയിലൂടെയോ സമൂഹത്തിലൂടെയാണ് എന്നുള്ളത് നാം അറിയണം. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ദൈവപ്രവൃത്തികളെ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ദൈവത്തെ ഈ ഭൂമിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുവാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിലൂടെ നാം തന്നെ ഒരു വിസിബിൾ എക്സാമ്പിളായി മാറണമെങ്കിൽ അതിശക്തമായ വിശ്വാസം നമ്മിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ വിശ്വാസം നമ്മിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ വളരെ തീഷ്ണതയുള്ളതായ ക്രിസ്തീയ ജീവിതം നമുക്ക് ഏറ്റവും ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസവും നമ്മുടെ തീഷ്ണതയും ദേവാലയത്തിൽ ആരാധിക്കാൻ വരുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ അതൊരു കഴ്സായി മാറുമെന്നുള്ളത് നാം അറിയണം. ഇന്ന് ദൈവനാമത്തിന് ഏറ്റവും ശാപമായിരിക്കുന്ന കാരണം, ഒരു വലിയ കാരണം, വളരെ പൂവർ
പെർഫോമൻസിലുള്ളതായ ക്രിസ്തീയ ജീവിതമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവജന ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കേണ്ടത് ഒരു പൂവർ പെർഫോമൻസ് അല്ല, പിന്നെയോ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എക്സലൻ്റ് പെർഫോമൻസ് എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിൽ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയി കോളേജിൽ പോയി പഠിച്ച് മടങ്ങി വരുമ്പോൾ പറഞ്ഞു വിടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, അവരേറ്റവും മികച്ച രീതിയിൽ വരിക. അവരുടെ റിസൾട്ട് ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതേറ്റവും നല്ല രീതിയിൽ അവർ എക്സൽ ചെയ്യുവാൻ, എക്സലൻ്റായ റിസൾട്ട് കിട്ടുവാൻ നാം ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ തീവ്രമായി നാം ആഗ്രഹിക്കണം ഓരോ ദിവസവും നമ്മുടെ ആത്മീകത, നമ്മുടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിയൻ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ് എത്രമാത്രം ഗൗരവമായിട്ടാണ് നാം നയിക്കുന്നതെന്ന് നാം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തിരുവചനത്തിൽ പഴയ നിയമ ഭാഗങ്ങളിലേക്ക് നാം പോകുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ചോസൻ ജനറേഷനായിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അൺകണ്ടീഷണൽ ഫേവർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ജനം ഒരു സ്പെഷ്യൽ ജനമായിരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കുമെങ്കിൽ നിങ്ങൾ സകല ജാതികളിലും വെച്ച് എനിക്കൊരു പറഞ്ഞാട്ടറിയാവുന്നൊരു ഉറക്കെ പറഞ്ഞാട്ട് പ്രത്യേക സമ്പത്തായിരിക്കും, ശ്രേഷ്ഠജാതിയായിരിക്കും എന്നുള്ള വാക്യങ്ങളുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധയോടെ എൻ്റെ വാക്കുകൾ കേട്ടനുസരിച്ചാൽ യു ആർ എ പീപ്പിൾ ഓൾവേസ് എ സ്പെഷ്യൽ ഇൻ മൈ സൈറ്റ്. ഹല്ലേലൂയ. ഇത് കേട്ട് നാം അതിനെ ഇഗ്നോർ ചെയ്ത് വിടുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. നാം ഒരു വിശേഷ ജാതിയാകുന്നത് നാം പെന്തക്കോസിൽ പോയി സ്നാനപ്പെട്ടത് കൊണ്ട് നാം വിശേഷ ജാതിയാകുന്നില്ല. നാം ആരാധിക്കുമ്പോൾ കരങ്ങളടിച്ച് ആരാധിക്കുകയും അന്യഭാഷയിൽ മറ്റൊരാൾ ആരാധിക്കാത്ത ഭാഷയിൽ നമ്മൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാം പ്രത്യേക സമ്പത്താകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയോ നാം പ്രത്യേക സമ്പത്താകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ക്രമങ്ങളിലും ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ ബഹുമാനിച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ചും ജീവിക്കുന്ന ജീവിത ശൈലിയിലൂടെ മാത്രമേ നമ്മളൊരു പ്രത്യേക സമ്പത്തായി മാറുകയുള്ളൂ. നമുക്കാർക്കും മിസ്കോൺസെപ്ഷൻ ഉണ്ടാകരുത്. പിശാച് എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കും, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംഭാവനകളൊക്കെ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഞാൻ നല്ലോണം പ്രസംഗിക്കും, ഞാൻ നല്ലോണം പാടും, എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, എനിക്ക് നല്ലതായിട്ട് ഇടപെടാൻ അറിയാം, എല്ലാ കാലിബറും നമുക്ക് കണ്ടെന്നിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വിശേഷ ജാതിയായി നാം മാറണമെങ്കിൽ, വിശേഷപ്പെട്ട ഒരു കുടുംബമായി നാം മാറണമെങ്കിൽ, ഒരു വ്യക്തിയായി മാറണമെങ്കിൽ നാം അവൻ്റെ വാക്കുകളെയും വചനങ്ങളെയും അതീവ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ കരുതേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതം എത്രത്തോളം അവർ ദൈവത്തോട് ക്ലോസ് ആയിരുന്നോ ആ സമയത്തെല്ലാം അവർക്ക് ഒത്തിരി പ്രാർത്ഥിക്കേണ്ടി വന്നതായിട്ട് കാണുന്നില്ല. When they were very close with God, അവിടെ എല്ലാം കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നതായി കാണാൻ കഴിയും. എന്നാൽ when they become more rebellious and disobedient, അവിടെയൊക്കെ അവരെ ദൈവം അവിടെ പിടിച്ചവിടെ നിർത്തും. അത് ബൈബിൾ സൂക്ഷ്മമായി ആ ഓൾ 40 years ജേർണി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ അങ്ങ് നിൽക്കുകയാണ്, മുമ്പോട്ട് വണ്ടി പോകുന്നില്ല, മേഘം മുൻപോട്ട് മൂവ് ചെയ്യുന്നില്ല. പ്രൈസ് ഗോഡ്. അഗ്നിത്തൂണും അതിൻ്റെ വെളിച്ചവുമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ കൂരിരുട്ടിൻ്റെയും ഭയത്തിൻ്റെയും അനുഭവമാണ്.
ഹല്ലേലൂയ. ആരാധനയിലായിരിക്കുമ്പോൾ ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ നാം യാത്രയിലാണ്, നമ്മുടെ ആ ഓൺഗോയിങ് ജേർണിയിലാണ് നമ്മൾ. മേഘത്തൂണൊക്കെ അഗ്നിത്തൂണൊക്കെ ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കും, എന്നാലും മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ ഹല്ലേലൂയ പ്രവചനാത്മാവിൽ വചന ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് മുൻപോട്ട് കൊണ്ടുപോകാൻ പോകുകയാണ്. എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. അതിനുള്ള ഒരുപാട് ഹിൻഡ്രൻസ് ഇന്ന് രാവിലെ തൊട്ട് നമുക്ക് കാണുന്നു. അത് കാണുമ്പം ദൈവവൈതലെ വിചാരിച്ചോണം, ഹല്ലേലൂയ, നിന്റെ വിടുതൽ അടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേക തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. നിന്റെ കണ്ണുനീരിനൊരു അവസാനം ഉണ്ടാകാൻ പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴൊക്കെ അവർ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തോടവർ ക്ലോസ് ആകാതിരുന്നു, ആ സമയത്തെല്ലാം ആ യാത്ര അവിടെ നിൽക്കുകയാണ്. മുൻപോട്ടൊരു സ്റ്റാഗ്നൻ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. മുമ്പോട്ട് മൂവ്മെൻ്റ് ഇല്ല, ചലനങ്ങളില്ല. ഹല്ലേലൂയ. റഖൽ ശമനഹസ്യാന. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ചില വിടുതലുകൾ ഇന്നുണ്ട്. ചില വിടുതലുകൾ തീർപ്പ് കൽപ്പിച്ചേ ഇന്ന് ചിലരെ ഇവിടെ നയിക്കത്തുള്ളൂ. ചില വെളിപ്പാടുകൾ അവർക്ക് വേണ്ടി ദൈവാത്മാവ് കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. റഖമനഹസ്യാന. ഗ്ലോറി ബി ടു ഗോഡ്. ആ സമയത്തെല്ലാം ബൈബിൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവരുടെ ജീവിതത്തിൻ്റെ പരാജയ വശങ്ങൾ അവർക്ക് റിയലൈസ് ചെയ്യുവാനുള്ള അവസരമുണ്ടായി. When they assembled together, മോശ മുഖാന്തരം അവരുടെ പരാജയങ്ങൾ, ദൈവത്തിന് അവരോടുള്ള താല്പര്യങ്ങൾ അവരെ പറഞ്ഞ് കേൾപ്പിക്കുകയും അവർക്കൊരു കൺഫെഷനും റിപ്പൻറ്റൻസും ഒക്കെ ഉണ്ടായി. ഒരു വലിയ റീകൺസിലിയേഷൻ അവിടെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആ റീകൺസിലിയേഷൻ നടന്നു കഴിയുമ്പോൾ മേഘം പതുക്കെ മുമ്പോട്ട് നീങ്ങാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മുൻപോട്ട് യാത്ര പുനരാരംഭിക്കുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ഒരു 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 ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി തടഞ്ഞു വച്ചിരിക്കുന്നതായ ചില തലങ്ങൾക്ക് ഇന്ന് പകൽക്കാലം അതിനെ മെൽട്ടാക്കി ഹല്ലേലൂയ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് താല്പര്യപ്പെടുന്നു. ആർ യു എക്സൈറ്റഡ് മൈ ബ്രദർ? നിങ്ങളത് കേൾക്കുമ്പോൾ, ദൈവാത്മാവ് തരുന്ന ആലോചന കേൾക്കുമ്പോൾ നിങ്ങളിലൊരു ഉത്സാഹം തോന്നുന്നില്ലേ? ഹല്ലേലൂയ, നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നില്ലേ? കർത്താവ് പറയുന്നു, നിന്റെ യാത്ര പുനരാരംഭിക്കാൻ, മുടങ്ങിക്കിടക്കുന്ന യാത്രകൾ, മുടങ്ങിക്കിടക്കുന്നതായ ഹല്ലേലൂയ തടയപ്പെട്ടു നിൽക്കുന്ന നിന്റെ മുൻപിലുള്ള സ്റ്റോപ്പ് സൈൻ എടുത്തു മാറ്റാൻ, ഓ ആ സ്റ്റോപ്പ് സൈനെ എടുത്തു മാറ്റാൻ, ആ സ്റ്റോപ്പ് സൈൻ എടുത്തു മാറ്റാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? കർത്താവിനെ വിളിക്കുക. ഇന്ന് അവൻ്റെ സാന്നിധ്യം ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ ദൂത് സംഗ്രഹിച്ചു വെച്ചിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളത് പ്രാർത്ഥിക്കണം, അതിൽ സന്തോഷിക്കണം. ഒരു മൂവ്മെൻറ്റ് തുടങ്ങാൻ പോവുക. എനിക്കൊരു മൂവ്മെൻറ്റ് ആരംഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ചിലർ വന്ന് സ്റ്റോപ്പ് സൈൻ മാറ്റുന്നു. വെളിപ്പാടിൽ ആര് കാണുന്നുണ്ടത്? ഹല്ലേലൂയ. ബാരിക്കേഡുകൾ നിനക്ക് വേണ്ടി എടുത്തു മാറ്റുകയാണ്. നിനക്ക് മുൻപോട്ട് കയറിപ്പോകാൻ എത്ര പേര്? ഓ ബാരിക്കേഡ് നിനക്ക് വേണ്ടി ദൈവദൂതൻ ഇറങ്ങി വന്ന് മാറ്റുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സഹോദരന്മാരൊക്കെ ആരാധിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് പറഞ്ഞത് നിന്റെ മുൻപിലുള്ള ബാരിക്കേഡുകളെ മാറ്റാൻ അവൻ ദൂതനോട് കൽപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ഹല്ലേലൂയ. അതിൽ നിങ്ങൾക്ക് ഉണരാൻ കഴിയുന്നില്ലേ? അതിൽ സ്തോത്രം ചെയ്യാൻ കഴിയുന്നില്ലേ? ഒരുപക്ഷേ ദൈവപൈതലേ, നീ ആരെങ്കിലും ചിന്തിക്കുക, എൻ്റെ മുൻപിൽ ഒരു ബാരിക്കേഡുമില്ല, എൻ്റെ മുൻപിൽ ഒരു തടസ്സവുമില്ല, സ്മൂത്തായിട്ടാണ് കാര്യം പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. പക്ഷേ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നേ മതിയാകൂ. ഞാൻ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് എനിക്ക് മുന്നേറിയേ പറ്റൂ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ ഈ ദൂത്, സഹോദര സഹോദരി, ഈ ദൂത് നിനക്ക് വേണ്ടിയാണ്. നീ ചിന്തിക്കും എങ്ങനെ അത് നടക്കും? നീ ചിന്തിക്കും എങ്ങനെ അത് നടക്കും?
എന്നാൽ ആത്മാവ് തെളിവായി പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി ആളിനെ അയക്കും, ദൂതനെ അയക്കും, ദൂതനെ അയക്കും. പറഞ്ഞാട്ടെ, ആവർത്തിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഓ ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി, ദൈവം എനിക്ക് വേണ്ടി ദൂതനെ അയക്കും, എനിക്ക് വേണ്ടി ദൂതനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ഇസ്രായേൽ ജനത്തിൻ്റെ ആ യാത്ര മുഴുവൻ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ബാരിക്കേഡുകൾ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. മധുരമായത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പ്രസംഗ വിഷയമല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോകുന്നില്ല. മധുരമാകുവാൻ ദൈവത്തിൻ്റെ ഐഡിയ, നമ്മുടെ നാടൻ ടെർമിനോളജി ടൈം ഉപയോഗിച്ചാൽ ഒരു പുതിയ കാർഡിങ് ഇറക്കും. ഇന്നിവിടെ അത് ഉപയോഗിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. പുതിയ കാർഡ് അവൻ പ്ലേ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരു പുതിയ കാർഡ് കർത്താവ് പ്ലേ ചെയ്യും. നാടൻ ലാംഗ്വേജാണ്. ഓ സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു പുതിയ കാർഡ് അവൻ ഇങ്ങ് എടുക്കും. ഹല്ലേലൂയ. റഖേൽ ശമനകസ്യ. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നിങ്ങളാണ് പ്രാർത്ഥിച്ചെടുക്കേണ്ടത്. ദൂത് ഡെലിവറായി കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുന്നവർക്കാണ് അത് വിടുതലായി മാറുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. കർത്താവ് അത് ചെയ്യും. മധുരമാകും. നടക്കുമോ? നാച്ചുറൽ പ്രോസസ്സിലൂടെ നടക്കുമോ? നാച്ചുറലി അത് നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. നാച്ചുറലി നടക്കാത്തത്, ഹല്ലേലൂയ, നാച്ചുറലി നടക്കാത്തത്, ഹല്ലേലൂയ, അതിൻ്റെ നാച്ചുറൽ ഫിനോമിനയെ മാറ്റിക്കൊണ്ട് ദൈവ പൈതലെ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നിനക്ക് വേണ്ടി ഉള്ളത്. You are not just believing a common God, rather you are believing and you are praising and praying to an extraordinary God. Hallelujah, hallelujah, hallelujah. ഇസ്രായേൽ മക്കളെ ദൈവം അങ്ങനെ നടത്തി. പഴയ നിയമവും പുതിയ നിയമവും രണ്ടും കർത്താവിൻ്റെ ക്രിസ്റ്റോളജിക്കൽ ടീച്ചിങ്ങും വെച്ച് നാം പഠിക്കുമ്പോൾ ദൈവപ്രവർത്തിക്ക് തടസ്സമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം വായിച്ച വചനഭാഗത്തിൽ കോണ്ടസ്റ്റിൽ വന്ന് ധ്യാനിച്ചാണ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ജനം കാണാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഒരുപാട് റീസൺസ് ഉണ്ട്. എന്നാൽ മേജർ റീസൺസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നാം ഈ കോണ്ടസ്റ്റിലേക്ക് മടങ്ങി വന്ന് പ്രാർത്ഥിക്കും. ദൈവം ആഗ്രഹിക്കുന്ന ദേഹിയെ തൃപ്തിപ്പെടുത്തി അയക്കും. എനിക്കത് മാത്രമേ പറയാൻ കഴിയൂ. ഹല്ലേലൂയ. എങ്ങനെ നടക്കുമെന്നോ എങ്ങനെ വരുമെന്നൊന്നും ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ, ബിക്കോസ് ഹി വിൽ ടേക്ക് എ ന്യൂ കാർഡ് ഫോർ യു. അവനൊരു പുതിയ കാർഡ് നിങ്ങൾക്ക് വേണ്ടി എടുക്കും. ആമേൻ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. അവനൊരു പുതിയ കാർഡ് എടുക്കും. അതുകൊണ്ട് വിശ്വസിക്കുക. Hindrances against the work of God can come in many forms. കുഞ്ഞുങ്ങൾക്കൂടെ അറിയാൻ വേണ്ടിയാണ്. ദൈവപ്രവൃത്തിയെ തടയാനുള്ള തടസ്സങ്ങൾ പല വിധത്തിലാണ് വരുന്നത്. ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ. ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും അകത്തുനിന്നും പുറത്തു നിന്നും ധാരാളം ഹിൻഡ്രൻസസ് നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയാൻ, ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടാതിരിക്കാൻ ശത്രു പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇത് ഈ രീതിയിൽ ഇൻറ്റേണലോ എക്സ്റ്റേണലായിട്ടോ പ്രശ്നങ്ങൾ വന്നാൽ ദാറ്റ് ക്യാൻ വീക്കൻ അവർ ഫെയ്ത്ത്. നമുക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസം എന്ത് ചെയ്യും? ആ വിശ്വാസം ദുർബലപ്പെട്ടു പോകും. വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശക്തരായി തീരണം. ദിസ് ക്യാൻ പ്രിവെന്റ് us from living in accordance with the plan of God. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തടസ്സമായി മാറും. എന്ത്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം പ്ലാൻ അനുസരിച്ച് നാം മുന്നേറുന്നതിനായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവഹിതപ്രകാരം മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നതായ നിരവധി വിഷയങ്ങൾ
നമ്മുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ദൈവിക പദ്ധതിയിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം അത് വളരെ കൃത്യമായി കേട്ട് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താതാത്മ്യപ്പെടുത്തി ഒരു കമ്പാരിസൺ നടത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവിക വിടുതലിനെ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ദൈവപ്രവൃത്തി തടയപ്പെടുന്നതിനായിട്ടുള്ള പ്രധാന ഹിൻഡ്രൻസിൽ ഒരു കാര്യമാണ് ഡൗട്ട് ആൻഡ് അൺബിലീഫ്. സംശയങ്ങൾ. നമ്മൾ ഈ വായിച്ച കോണ്ടസ്റ്റിൽ ആ കാര്യമുണ്ട്, അവിടോട്ട് നമ്മൾ വരും. എന്നാൽ പ്രധാന ചില കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞ് നിങ്ങളുടെ ചിന്തകളെ ദൈവവുമായിട്ട് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 5-ൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. ആ വാക്യം ഒന്ന് വായിച്ചേ. അല്ലല്ല 13-5. അവരുടെ 58. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ലെന്ന്. വീര്യപ്രവർത്തികളൊക്കെ ചെയ്തു വിശ്വസിച്ചവർക്ക് വേണ്ടി. എന്നാൽ വളരെ വീര്യപ്രവർത്തികൾ നടക്കേണ്ട സ്ഥലമായിരുന്നു. ബിക്കോസ് ഓൾ ഇൻ ഓൾ, എബവ് ഓൾ, വെയർ പ്രസൻറ്റ്. എല്ലാറ്റിൻ്റെ മതിയായവനായ സർവശക്തനായ ദൈവം അയച്ച യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ മേളത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവാചകനും തങ്ങളുടെ പിതൃനഗരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ആളുകൾ എന്ത് ചെയ്യും? അവനെ നോക്കുന്നത്. ഹല്ലേലൂയ. അവൻ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ ഫരീസീസും സ്ക്രൈബ്സും എന്താണ് പറഞ്ഞത്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ, ആ കാർപ്പൻ്ററിൻ്റെ മോനല്ലേ. ആളുകൾ ഇങ്ങനെ കാര്യങ്ങളെ എന്തു ചെയ്യും? അളക്കും. അവരവർക്ക് മാർക്കിടുമ്പം അവിടെ ദൈവപ്രവൃത്തി നടക്കുന്നില്ല. ദൈവപ്രവൃത്തി നടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചിട്ടാണ്. ഹല്ലേലൂയ. നാം അറിയണം, ഇവിടെ ദൈവവചനത്തിൽ മത്തായി പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നു, ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. യേശു കർത്താവിന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, അവൻ പ്രവർത്തിക്കാനായിട്ട് വന്നതാണ്. എന്നാൽ അവരുടെ അവിശ്വാസ നിമിത്തം വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. അപ്പോൾ ഈ പ്രസംഗത്തിന് വന്നിരുന്നാലും ഇവിടെ എത്ര കൈയടിച്ച് പാടിയെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, അവിശ്വാസമുണ്ടെങ്കിൽ ദൈവപ്രവൃത്തിയെ കാണാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇത് വളരെ തിയററ്റിക്കലായിട്ടുള്ള കാര്യമാണ്, ഇത് പ്രൂവണായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ എന്നെ വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത്, ദൈവമേ നിന്നെ നല്ലോണം വിശ്വസിക്കുവാൻ എന്നിൽ കൃപ പകരണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം എല്ലാം ഉണ്ടായാലും വിശ്വാസമില്ലെങ്കിൽ പലതും നടക്കത്തില്ല. വിലപ്പെട്ടത് പലതും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമ്മളിലൊരു ഡൈനമിസം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഡൈനമിസം നമ്മളിൽ ഉണ്ടാകില്ല. അത് നമ്മൾ നന്നായി അറിയട്ടെ. When people do not trust in God's power and promises, it limits the work of God. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ തടസ്സപ്പെടുത്തുവാൻ കഴിയും. When people failed to put their trust fully in God, കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിൽ അവരുടെ ആശ്രയം അവർ വെക്കാതിരുന്നാൽ, they can limit God, they can limit the work of God. ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്തിന് ഞാൻ ഈ പ്രയാസപ്പെടുന്നു എന്ന് വെച്ചാൽ, ദൈവിക വിടുതൽ അനുഭവിച്ചേ മതിയാകൂ. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാക്ഷ്യം പറയാൻ കഴിയൂ. യേശു എനിക്ക് വേണ്ടി വലിയവ ചെയ്തു എന്ന് പറയുവാൻ കഴിയൂ. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പ്രവൃത്തി ചെയ്താൽ അന്നേരത്തെ സഭാഹോളിലെ ഒരു സാക്ഷ്യം കൊണ്ട് അവസാനിക്കുകയാണ്. പിന്നെയും വിലാപത്തിൻ്റെ പാട്ടുകളാണ്, കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ വിലാപമാണ്. എന്നാൽ ആരാധിക്കുന്ന ശരിയായി നീങ്ങുന്ന ദൈവസഭയിൽ
ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്നത്, ദൈവമേ ഒരു യോഗ്യതയും എനിക്കില്ലായിരുന്നു, നീ എന്നെ ഇപ്രകാരം നടത്തി. ഒരു കഴിവും എനിക്കില്ലായിരുന്നു, നീ എനിക്ക് ശക്തി തന്നു. ഒരു വഴിയും ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് വേണ്ടി വഴി തുറന്നു. നന്ദി കർത്താവേ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന സ്തുതിയുടെ ആരവം മുഴങ്ങും. ഹല്ലേലൂയ. ആ ശൈലി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പൊതുശൈലിയായി മാറട്ടെ. ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്ന, നന്ദിയോടുകൂടെ ദൈവത്തെ സ്തുതിക്കുന്ന, നന്മകളെ ഓർത്തോർത്ത് ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ലോകപരമായ ജാതീയമായ ചിന്തകളാണ് സ്തോത്രം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും നിലവിളിച്ചു കൊണ്ടിരിക്കുക. ലഭിച്ച സന്തോഷത്തെക്കുറിച്ച് ഓർക്കില്ല. ഹല്ലേലൂയ. അതൊരു ശാപമാണ്. ഹല്ലേലൂയ. ലഭിച്ച നന്മകളെ ഓർക്കത്തില്ല, അതിനെക്കുറിച്ച് പറയത്തില്ല. ഒരു ഉപകാരം ചെയ്താൽ ആരും പറയത്തില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ദൈവത്തിൻ്റെ അടുത്തോട്ട് വരുമ്പം പിന്നെ അത് വേറെ ലെവലിലായി പോവുകയാണ്. ദൈവം അതിൽ മാത്രം നിൽക്കുന്നവനാണ്. സ്തുതിയുടെയും ആരാധനയുടെയും ദൈവം വലിയവനാണെന്ന് ഏറ്റേറ്റു പാടി പറയുന്ന ആരാധനയുടെ മുകളിലാണ് ദൈവം നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ നമുക്ക് ലിമിറ്റ് ചെയ്യാം ദൈവത്തെ. എങ്ങനെ? നമ്മൾ ദൈവത്തെ വിശ്വസിക്കാതിരുന്നാൽ. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൻ്റെ കുറവ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇനി ഇത് ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യും? പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് ഏതാ? ഡൗട്ട് ആൻഡ് അൺബിലീഫ്. ഈ ഡൗട്ടിനെ കുറിച്ച് നമ്മൾ വായിച്ച ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ വിടുതലിന് തടസ്സമായിട്ടുള്ളത് അൺകൺഫസ്ഡ് സിൻ ഓർ ഹാബിച്വൽ സിൻ. ഏറ്റുപറയപ്പെടാതെ കിടക്കുന്ന പാപങ്ങളുണ്ട്. പല എക്സാമ്പിൾ എനിക്ക് നിരത്തുവാൻ കഴിയും, പക്ഷെങ്കിൽ അതിനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. പാപങ്ങളെ മൂടി വയ്ക്കുന്നതായ അനുഭവങ്ങൾ, അവിടെ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടാകത്തില്ല എന്ന് ദൈവവചനം പറയുന്നു. ഹബിച്വലായിട്ടുള്ള പാപങ്ങൾ ജീവിതത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര ഉപവസിച്ചിട്ടും, എത്ര ആരാധിച്ചിട്ടും പൊതുവായ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലാത്ത അനുഭവം. 20 വർഷത്തിന് മുമ്പുള്ള അതേ സ്റ്റേറ്റ്മെൻറ്റായി ഇപ്പോഴും. ഒരു മാറ്റവും വരാത്ത സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ദ പർപ്പസ് ഓഫ് ഹിസ് ഇൻകാർണേഷൻ, ആ അവതാരത്തിൻ്റെ പ്രത്യേകത തന്നെ നമ്മെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ആ ചേഞ്ച് നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അവൻ്റെ ഉദ്ദേശം നമ്മളിൽ പൂർണ്ണമാകുന്നില്ല. അപ്പോൾ നാം ദൈവത്തോടടുത്ത് വരുമ്പോൾ നമുക്കെന്ത് വേണം? നമുക്ക് വലിയ ചേഞ്ച് വേണം. നമ്മുടെ സ്വഭാവ രീതികളിൽ ദൈവനാമത്തെ ദുർബലപ്പെടുത്തുന്ന, ദൈവനാമത്തെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രവർത്തികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം എന്ത് പറയണം? ഈ വചനധ്യാനമൊക്കെ കേൾക്കുമ്പം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അതിന്മേൽ ജയം നേടണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് നമുക്കെല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും തുടങ്ങും. നമുക്കത് അനുഭവമാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അൺകൺഫസ്ഡ് സിൻ ആൻഡ് ഹാബിച്വൽ സിൻ, ഏറ്റുപറയപ്പെടാത്ത പാപങ്ങൾ, അതുപോലെ ഹാബിച്വലായി സ്വഭാവത്തോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന, വിട്ടുമാറാതെ നിൽക്കുന്ന പാപങ്ങൾ, അതൊക്കെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വരുമ്പോൾ കുറേയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതിലോട്ട് സ്പെസിഫിക് ആയിട്ട് പറയുവാൻ പോകുന്നില്ല. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യമാകും ഇത് കേൾക്കുമ്പോൾ. ചില കാര്യങ്ങൾ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണം, ഏൽപ്പിക്കണം. ദൈവമായിട്ടുള്ള വലിയ ഇടപാട് നടക്കുന്നൊരു സമയമാണിത്.
നമ്മളിവിടെ ഇരിക്കുന്നവരുമായിട്ടൊന്നും ഒരു ഇടപാട് നടക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവവുമായിട്ട് ഈ എറ്റേണൽ വചനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തീ കത്തണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുറവുകളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പോഴും അവിടെ ആരാധന വെളിപ്പെടണം. കാരണം ഹല്ലേലൂയ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്, എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയല്ല, എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയല്ല, പിന്നെ എന്നെ മാനിക്കാൻ വേണ്ടിയാണ്, എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകേണ്ടതാണ്. യെശയ്യാ പ്രവചനം 59 2 വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാമോ? യെസ്. നോക്കണം. ബട്ട് യുവർ ഇനിക്വിറ്റീസ് ഹാവ് മെയ്ഡ് എ സെപ്പറേഷൻ between you and your God, and your sin have hidden his face from you so that he does not hear. നിങ്ങളുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്. ഈ വചനങ്ങൾ ഏറ്റ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. 66 സങ്കീർത്തനം 18-19 വാക്യത്തിൽ അതിൽ ഒരു സങ്കീർത്തനത്തിൻ്റെ കോണ്ടസ്റ്റ് തന്നെ, സാം 66 കോണ്ടസ്റ്റ് തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. അപ്പോൾ ആ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വലിയ അത് നന്ദി പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ എൻ്റെ കർത്താവ് കേൾക്കയില്ലായിരുന്നു. അതിൻ്റെ 19 വാക്യത്തിൽ കാണുന്നു, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇഫ് ഐ കീപ് വിക്കറ്റ്നെസ് ഇൻ മൈ ഹാർട്ട് ദ ലോർഡ് വിൽ നോട്ട് ഹിയർ. ഹല്ലേലൂയ. എന്നാൽ എന്ത് ചെയ്തിരിക്കുന്നു? എൻ്റെ ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചു. ബട്ട് ഗോഡ് ഹാസ് ഹേർഡ് ദ വോയിസ് ഓഫ് മൈ ക്രൈ, മൈ പ്രയർ. അപ്പോൾ വളരെ ക്ലാരിറ്റി ആ കാര്യത്തിലുണ്ട്. സ്തോത്രം. എൻ്റെ അകൃത്യങ്ങൾ മറച്ചു വച്ചില്ല, ഹൃദയത്തിൽ കരുതിയില്ല. ഹല്ലേലൂയ. അപ്പോൾ കൃത്യമായൊരു ടെസ്റ്റിമണിയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇതൊരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി, ഇതൊരു ജസ്റ്റ് നോളജിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ എക്സർസൈസ് നടത്തിക്കൊണ്ടിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ സന്ദേശത്തിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ദൈവം മുമ്പാകെ പ്ലെയിനായിട്ട് കൈമലർത്താൻ തക്ക രീതിയിൽ നമ്മൾ റെഡിയാവണം. ഹല്ലേലൂയ. സ്തോത്രം. ആരും പാസ്റ്ററിൻ്റെ പ്രസംഗം ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട, അതുകൊണ്ട് ഗുണമൊന്നുമില്ല. എന്നാൽ സീരിയസ് ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് വെറും കൈയോടെ പോകേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ദൈവം വിടുവിച്ച് നമ്മെ അയക്കും. മൂന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രൈഡ് ആൻഡ് സെൽഫ് റിലയൻസ്. ഇത് സാധാരണ മനുഷ്യരിൽ എപ്പോഴും ഉള്ളതാണ്. എന്താണ് പ്രൈഡ്? ഞാൻ എന്നതായ ഒരു ഭാവം. സെൽഫ് റിലയൻസ്, എന്നെ കൊണ്ട് ഇത് കഴിയുമെന്നുള്ള ഒരു ചിന്ത. ഈ ചിന്തകളിൽ ചിലതൊക്കെ നമ്മൾ നേടിക്കാണും, പക്ഷേ ആത്യന്തികമായ ദൈവിക ബ്ലെസ്സിങ്സ് നമ്മിലേക്ക് പകർന്ന് ദൈവം അനുഗ്രഹിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. അതിലൂടെയാണ് ജാതികൾ നോക്കി നമ്മോട് പറയുന്നത് ഈ ദൈവം അനുഗ്രഹിച്ച തലമുറയാണെന്ന്. ആ പേരിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈഡ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട്. ജലസി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ദ ഈവിൾ എന്നൊരു കാര്യമുണ്ടല്ലോ. എല്ലാ ദോഷത്തിൻ്റെ അതിന് മരുന്നില്ല, എല്ലാവരിലും ഉണ്ട്. പ്രൈഡ് അതുപോലൊരു സംഭവമാണ്. പ്രൈഡ് ഇച്ചിരൂടെ കൂടിയതാണിത്. ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ നിന്നാണ്. ലൂസിഫറിനെ അടിച്ച് താഴോട്ടിടുന്നത് തന്നെ പ്രൈഡ് സ്പിരിറ്റ് അവനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതോടാണ്. പ്രൈഡ് നാശത്തിലേക്ക് നയിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ള സെൽഫ് റിലയൻസ്, സ്വന്തമായിട്ട് എന്നെ കൊണ്ട് ഇത് കഴിയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ട് എന്തോ കഴിയുമെന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ വാർഡിലൊന്ന് പോയാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. ടെമ്പറേച്ചറിൻ്റെ ലെവൽ ഒന്ന് മാറിയാൽ മതി, നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല.
നമ്മളെ കൊണ്ടൊന്നും കഴിയത്തില്ല. ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമ്മെ കൊണ്ട് ഒരു കാര്യവും കഴിയുകയില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന എപ്പോഴും അവൻ്റെ മക്കൾ അവനിൽ ആശ്രയിച്ച് അവൻ്റെ മുൻപിൽ താണ്. ഹല്ലേലൂയ. അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, തക്ക സമയത്ത് അവൻ ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. അവൻ്റെ ബലമുള്ള ആ കൈക്കീഴിലുണ്ടല്ലോ, നാം താണിരുന്നാൽ മതി. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിയിരിക്കും. തക്ക സമയത്ത് അവൻ നിന്നെ മാനിച്ചിരിക്കും. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരുപക്ഷെ നിനക്ക് ആവലാദികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാകും. പക്ഷേ അതിൽ നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിനങ്ങൾ ദൂരത്തിലാവില്ല. തക്ക സമയത്ത് അവനത് പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പ്രോവർബ് ചാപ്റ്റർ 16 വേഴ്സ് 18. പ്രോവർബ് 16:18. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു, നാശത്തിനു മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. നോക്കണം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം, നാശത്തിനു മുൻപേ ഗർവം. പ്രൈഡ് ഗോസ് ബിഫോർ ഡിസ്ട്രക്ഷൻ ആൻഡ് എ ഹോട്ടി സ്പിരിറ്റ് ബിഫോർ സ്റ്റംബ്ലിംഗ്. വീഴ്ചയ്ക്ക് മുമ്പേ സ്തോത്രം ഉന്നത ഭാവം. നമുക്ക് ഈ ഉന്നത ഭാവം, അതിനെക്കുറിച്ചൊക്കെ യെശയ്യാ പ്രവാചകൻ ഉന്നത ഭാവത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ കാലത്ത് ഇസ്രായേലിറ്റ്സിനെ ഗ്രഹിച്ച പാപങ്ങളാണ് ഞാനീ പറയുന്നല്ല. ഇസ്രായേലിറ്റ്സിനെ അവരുടെ യാത്ര മുടങ്ങിയ സംഭവങ്ങളാണ്. ഞാനതിലോട്ടൊന്നും പോകുന്നില്ല. അവരുടെ ദൈവാനുഗ്രഹം അവർക്ക് തടയപ്പെട്ട കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഉന്നത ഭാവം. നമ്മുടെ എന്തോ ഉന്നത ഭാവമാണ്. നമുക്ക് എന്ത് ഉന്നത ഭാവമാണുള്ളത്? ദൈവം തന്നതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ദൈവം നടത്തിയാലല്ലാതെ നമുക്ക് നിലനിർത്താൻ കഴിയുമോ? നാം അത് മനസ്സിലാക്കുക. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 6 അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഗോഡ് ഈസ് ഒപ്പോസ്ഡ് ടു ദ പ്രൗഡ് ബട്ട് ഗീവ് ഗ്രേസ് ടു ദ ഹംബിൾ. അവൻ നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഭയങ്കര വാക്യമാ. ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവം എങ്ങനെ ആ ഒരു ദൈവ പൈതലിനോട് നിൽക്കേണ്ടത്? ഫേവറായിട്ടാണ് നിൽക്കേണ്ടതല്ലേ? പക്ഷെ ദൈവം എതിർത്ത് നിൽക്കും. അവന് കൊടുക്കണ്ട, അവനത് നൽകണ്ട എന്നത്. ആ രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. ദൈവത്തെ റെസിസ്റ്റ് ചെയ്യിപ്പിക്കുന്നവരാകരുത് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നവരാകണം നമ്മൾ. എപ്പോഴും നന്ദി പറയുന്നവരാകണം നമ്മൾ. നമ്മുടെ ഒരു ചില ആവശ്യങ്ങളുടെ മുഖത്ത് നിൽക്കുമ്പോൾ മാത്രമുള്ള നന്ദി പറച്ചിലാകരുത്. നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള ആ നന്ദി പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അത് ദൈവത്തിൽ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രൈഡ് ആൻഡ് സെൽഫ് റിലയൻസ് എല്ലാം എന്നെ കൊണ്ട് കഴിയും. ഞാൻ വളരെ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളാണ്. വളരെ മിടുമിടുക്കിയാണ് ഞാൻ, മിടുക്കനാണ് ഞാൻ. ഹല്ലേലൂയ. അപാകതകൾ വരാതെ, അങ്ങനൊന്നും അല്ല. അപാകതകൾ എപ്പോൾ വേണേലും വരാം. അതിനൊരു മൈക്രോ സെക്കൻഡ് മാത്രം മതി കാലിടറാൻ, വഴി ഹല്ലേലൂയ അടയാൻ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാ രീതിയിലും കാര്യങ്ങൾ താറുമാറാകാൻ നിമിഷം മതി. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. വളരെ നല്ല വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പ്രൈഡ് ആൻഡ് റിലയിങ് ഇൻ ഓൺ എബിലിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഡിപ്പെൻഡിങ് ഗോഡ്. ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഓൺ എബിലിറ്റിയെ റിലേ ചെയ്ത് നമ്മൾ പോയാൽ ദിസ് ക്യാൻ ബ്ലോക്ക് ദ ഫ്ലോ ഓഫ് ഹിസ് ഗ്രേസ്. ആ കൃപയുടെ നദി നമ്മിലേക്ക് ഒഴുകുന്നതിന് എന്ത് ചെയ്യും? ആ ഒഴുക്ക് തടയപ്പെടും. പ്രൈഡ് എക്സോൾട്സ് പ്രൈഡ് റാദർ ദാൻ ഗോഡ്. പ്രൈഡ് എപ്പോഴും ഉയർത്തുന്ന എന്തുവാ? ദൈവത്തെ ഉയർത്തത്തില്ല, നമ്മളെ ഉയർത്തും, നമ്മുടെ കഴിവുകളെ ഉയർത്തും. നമ്മളെ കൂടുതൽ എക്സ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമുക്കുള്ളതിനെയൊക്കെ വെളിപ്പെടുത്തുവാനായിട്ട് വ്യഗ്രത കാണിക്കും. ഹല്ലേലൂയ. ഇതൊന്നുമല്ല. പ്രൈഡ് ദൈവം വെറുക്കുന്നു. ഹംബിൾ ഹ്യൂമിലിറ്റി നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കണം. ഇറ്റ് ക്യാൻ ലീഡ് റിബലിയൻ ഓർ റെസിസ്റ്റൻസ് ടു ഗോഡ്സ് പ്ലാൻ. അപ്പോൾ അത് നല്ലോണം നിങ്ങൾ കുഞ്ഞുങ്ങളും അറിഞ്ഞിരിക്കണം. ഈ പ്രൈഡും സെൽഫ് റിലയൻസും ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ഒന്ന്, ദൈവത്തെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടയുകയാണ്.
ചില വിടുതലുകൾ നമുക്കുണ്ടായേ പറ്റൂ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കും എന്ന് മാത്രം പറഞ്ഞു പോയാൽ കാര്യം നടക്കത്തില്ല. വചനപ്രകാരം ഇസ്രായേൽ ജനം മുമ്പോട്ട് പോയപ്പോഴെല്ലാം ഭയങ്കര കറക്ഷൻസ് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒത്തിരി ക്ലാരിഫിക്കേഷൻസ് അവർക്ക് പല കാര്യങ്ങളിൽ മോസസ് ദൈവത്താൽ കൊടുക്കുന്നത് കാണാൻ കഴിയും, പ്രവാചകന്മാരിലൂടെ കൊടുക്കുന്നത് കാണാൻ കഴിയും. ആ സമയത്തൊക്കെ ദൈവവുമായിട്ടുള്ള ഒരു വലിയ റിപ്പൻറ്റൻസ് സ്റ്റേജിലേക്കും റിക്കൺസിലിയേഷനിലേക്കും അവർ വന്ന് ദൈവത്തോട് നിരന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വഴി അവർക്ക് വേണ്ടി തുറന്നു. ഹല്ലേലൂയ. ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഡിസ്യൂണിറ്റി, ഡിവിഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഡിവിഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. ഹല്ലേലൂയ. അതിനെ അറിയണമെങ്കിൽ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ 17:20 മുതൽ 23 വരെ ഉള്ള പ്രാർത്ഥന വളരെ ഗൗരവമായ പ്രാർത്ഥനയാണ്. 1 Corinthians chapter 1 verse 10, ഈ 2 വാക്യങ്ങൾ അതിനകത്ത് യേശു കർത്താവ് പ്രത്യേകം പറയുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിവിഷൻ, ആ യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 17:20 മുതൽ 23 വരെ ഉറക്കെ ഒന്ന് വായിച്ചാട്ട്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അപ്പോൾ കർത്താവ് ആ യൂണിറ്റിയുടെ ഒരു ഡെഫിനിഷൻ തന്നെ അവിടെ പറഞ്ഞിരിക്കുക. വളരെ ഇമോഷണലായിട്ടുള്ള കർത്താവിൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷനാണ് അവിടെ പ്രത്യേകമുള്ളത്. ദൈവവും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഫെലോഷിപ്പും എത്രമാത്രം സ്ട്രോങ് ആണോ അതുപോലെ പിതാവിനോട് യേശു പറയുന്നു, അതേ രീതിയിൽ തന്നെ ഞാൻ ആർക്ക് വേണ്ടി എന്നെ അയച്ചോ അവരുമായിട്ടും ആ യൂണിറ്റിയിലേക്ക് ഞാൻ വരികയാണ്. സോ വെൻ വി ആർ ഇൻ ദിസ് വേൾഡ്, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഈച്ച് അതർ ആ യൂണിറ്റി നമ്മളിലുണ്ടാകണം. നമ്മുടെ ഫെലോ ബിലീവേഴ്സുമായിട്ടുള്ളതായ നമ്മുടെ ആ ബന്ധങ്ങൾ ഏറ്റവും യൂണിറ്റിയിലുള്ളതാകണം. ഡിവിഷൻസിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. ദാറ്റ് ഓൾസോ ക്യാൻ വീക്കൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ദൈവസഭയെപ്പോലും അത് ഹാമ്പർ ചെയ്യാറുണ്ട്. വിശ്വാസികൾ തമ്മിലുള്ള അടുപ്പങ്ങളും ബന്ധങ്ങളും പിന്നത്തേതിൽ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയും സൗന്ദര്യപ്പണം കാരണം ചർച്ച് വീക്കാകാറുണ്ട്. ഹല്ലേലൂയ. സമൂഹം വീക്കായി പോകും. ദൈവനാമം അതുപോലെ അതിലൂടെ അപകീർത്തിപ്പെടുന്നത് സർവ്വസാധാരണമായി കാണുന്നതാണ്. എന്നാൽ സ്തോത്രം, നമ്മുടെ എല്ലാ ബന്ധങ്ങളും ദൈവനാമത്തിനും ദൈവസഭയ്ക്കും ഒരു പോറൽ പോലും ഏൽക്കാത്തതായിരിക്കണമെന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഓരോ കൂട്ടായ്മകളും കൂടിവരവുകളും ഒന്നും അവരെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം, അവരെ ബലപ്പെടുത്തുന്നതായിരിക്കണം, ഒരുപോലെ മനസ്സിൽ വന്ന് ആരാധിക്കാൻ പര്യാപ്തമായതാകണം. ഹല്ലേലൂയ. അതിനെ വീക്കം ചെയ്യുന്നതൊന്നും ദൈവമക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ലെന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോൾ വീക്കൻ ചെയ്യുന്നതായ വിശ്വാസത്തിൽ നിന്ന് നമ്മെ പുറകോട്ട് കൊണ്ടുപോകുന്ന, ദൈവപ്രവൃത്തിയിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഡിസ്യൂണിറ്റി, ഡിവിഷൻ, കോൺഫ്ലിക്റ്റുകൾ. ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. നമ്മൾ ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നല്ലോണം മെറ്റീരിയലിസത്തെക്കുറിച്ചും ഹെഡോണിസത്തെക്കുറിച്ചും ഒക്കെ ചെറുതായിട്ട് നമ്മൾ തൊട്ടു. റിലേറ്റീവിസം, ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ്. അടുത്തതായിട്ട് ഡിസ്ട്രാക്ഷൻ, വേൾഡ്ലി പർസ്യൂട്ട്സ്, മെറ്റീരിയലിസം, ഫോക്കസിങ് ഓൺ ടെമ്പററി തിങ്സ് റാദർ എറ്റേണൽ തിങ്സ്. നിത്യമായ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയങ്ങൾ വരും. ഹല്ലേലൂയ. സ്പിരിച്വൽ വാർഫെയർ, എഫെസ്യ ലേഖനം 6:12. ആ എഫെസ്യ ലേഖനത്തിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മസേനയോടുമാണ്. Our struggles are not against flesh and blood, but against the rulers, against the powers,
against the world forces of darkness. ഇതെല്ലാം പ്രത്യേകമായി വിവരിക്കുവാനുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വചനം പത്രോസ് ലീഹായിലൂടെ പറയുന്നു, നിങ്ങൾ നിർമ്മതരായിരിക്കുക. ആരെ വിഴുങ്ങേണ്ടു എന്ന ഭാവത്തോടുകൂടെ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ഊടാടി നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ഏത് വിധത്തിലും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, ദൈവപ്രവൃത്തിയിൽ നമ്മെ മാറ്റിക്കളയുവാൻ, നമ്മുടെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവരും, ടെംപ്റ്റേഷൻ കൊണ്ടുവരും, ഹല്ലേലൂയ, ഡിസ്കറേജ്മെൻറ്റ് കൊണ്ടുവരും. ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാലദൈർഘ്യം അതിനുണ്ടാകുന്നെങ്കിൽ തോന്നും, എനിക്കിത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടും. നമ്മൾ ഡിസ്കറേജ് പോകും. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിങ്ങൾ ഡിസ്കറേജ് ആകരുത്. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നൊരു സമയമാണ്. നമ്മുടെ കർത്താവ് യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് വേണ്ടി മുൻപോട്ട് പോവുകയാണ്. നാം വായിച്ചതായ ആ കോണ്ടസ്റ്റിൽ കർത്താവ് അവരുടെ അടുക്കലേക്ക് വരികയാണ്. ആദ്യം കർത്താവ് എന്താ ചെയ്തത്? നല്ല കമ്പാഷനേറ്റായിട്ട് കർത്താവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരു അത്ഭുതം അവിടെ അവൻ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ആ അത്ഭുതം ചെയ്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് ബാക്കി വന്നത് ശിഷ്യന്മാർക്ക് വേണ്ടി നിറച്ച് പ്രത്യേകം കൊടുത്തു വിട്ടു. കർത്താവിൻ്റെ കരുതൽ നമുക്കവിടെ കാണാൻ കഴിയും. അവരെ ഒരു ഡെസ്റ്റിനിയിലേക്ക് പറഞ്ഞയച്ചു. അവർ പോകുന്ന വഴിക്കാണ് ഈ പ്രതികൂലം അവരുടെ മുൻപിൽ വരുന്നത്. ആ സമയത്താണ് യേശു അവരെ കാണാനായിട്ട് അവരുടെ അടുക്കൽ വരുന്നത്. യേശുവിനെ കണ്ട മാത്രം ആദ്യം പത്രോസിന് ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ കേട്ടു. എന്നാൽ ഒരു വ്യക്തിയിൽ വിശ്വാസം എങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പത്രോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം അവൻ പേടിച്ചു. പക്ഷേ യേശു ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ നീ ആണെങ്കിൽ, അപ്പോഴും സംശയമുണ്ട്, നീ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് നിൻ്റെ അടുത്തോട്ട് വരട്ടെ. അപ്പോൾ പറഞ്ഞു വരാൻ. കർത്താവിന് എപ്പോഴും ഉള്ളത് യെസ്, ഐ ആം റെഡി ടു ഹെൽപ്പ് യു, ഐ വാണ്ട് ടു ഷോ മൈ ഗ്രേസ് അപ്പോൺ യു. ഇതാണ് കർത്താവിന് ഇന്ന് ഓരോരുത്തരോടും പറയാനുള്ളത്. ആ സുവിശേഷം തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. എൻ്റെ സങ്കീർണമായ വിഷയത്തിനകത്ത് വന്ന് നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയുമെന്നാണ് യേശു ഇന്ന് ഈ സഭയോട് പറയുന്നത്. ഹല്ലേലൂയ. പത്രോസ് നടന്നു ചെന്നു. യേശുവിൻ്റെ ഒറ്റ വാക്കിൽ കടന്നു വരാൻ പറഞ്ഞു, വന്നു. ഹല്ലേലൂയ. ആ സമയത്ത് പറഞ്ഞ, ഗുരു നീ ആണെങ്കിൽ ഞാൻ വരാമെന്നാണ് പറഞ്ഞേ. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ. അവരുടെ ഗ്രീക്ക് ഭാഷയിൽ വന്ന റബ്ബോനി. ടീച്ചർ എന്ന് പറയുമ്പോൾ ഓർക്കണം, ഒരു ടീച്ചറിന് എത്രമാത്രം ലിമിറ്റുണ്ട്. ഹല്ലേലൂയ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലോഡ് എന്ന പദമാണ്. എന്നാൽ രണ്ടാമത് ഉപയോഗിക്കുന്ന പത്രോസ് ഉപയോഗിച്ച പദവും ലോഡ് എന്നുള്ള പദമാണ്. പക്ഷേ ഈ 2 ലോഡിനും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ടീച്ചറിന് എത്ര ലിമിറ്റ്? ടീച്ചറിന് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയുമെങ്കിലും ഹീ ഈസ് നോട്ട് ഓൾ ഇൻ ഓൾ. ഹല്ലേലൂയ. വേർഡ് മീനിങ്ങിൽ തന്നെ അതിനകത്ത് അസാധാരണമായ കഴിവുകളൊന്നും അവിടെ ഇല്ല. എന്നാൽ ഇവൻ കാറ്റ് കണ്ടെന്ത് ചെയ്തു? മുങ്ങിത്തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? പല കാര്യങ്ങൾ കേട്ട് ഉള്ളിൽ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ അവസരം ദൈവാത്മാവ് തന്നു. ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചൊന്ന് സമർപ്പിച്ചൊന്ന് പുതുക്കി, കർത്താവേ ഒരു പുതുക്കത്തിന് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈ വചനത്തിലോട്ട് വരിക. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചതാണ്. ചുവട്ടടികൾ മുമ്പോട്ട് വെച്ചു. എന്നാൽ ഇപ്പോൾ കാലുകൾ ഹല്ലേലൂയ ഉറച്ചു നിൽക്കുന്നില്ല. കാലുകൾ താഴുന്നു. ഹല്ലേലൂയ. നിലവിളി സ്വാഭാവികമായിട്ട് ഉയരും. എന്നാൽ പത്രോസ് ആ സമയത്ത് കർത്താവിനെ വിളിച്ചത് അങ്ങനെ അവിശ്വസിക്കരുതെന്നും ഭയപ്പെടരുതെന്നുമാണ് വചനം പഠിപ്പിക്കുന്നത്. പത്രോസിൽ സംഭവിച്ചു. പക്ഷേ കർത്താവ് ബ്ലെയിം ചെയ്ത് മാറ്റി നിർത്തുന്ന ദൈവമല്ല. നീ ഒന്ന് നിലവിളിച്ചാലുണ്ടല്ലോ, വിളിക്കേണ്ടതുപോലെ ഒന്ന് വിളിച്ചാൽ, ദൈവവചനപ്രകാരം വിളിച്ചാൽ അവൻ കേൾക്കുന്ന ദൈവമാണ്. നീ താണു പോകാൻ അവൻ അനുവദിക്കത്തില്ല. നീ മുങ്ങിത്താഴാൻ അവൻ അനുവദിക്കത്തില്ല. പത്രോസിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന 11 പേര് ഹല്ലേലൂയ അപ്പുറത്ത് 100 മീറ്റർ ഡിസ്റ്റൻസിൽ ഹല്ലേലൂയ പടകിനകത്തിരിപ്പുണ്ട്. ഇവൻ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ നീ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തിറങ്ങി തിരിച്ചതാണ്. എന്നാൽ ഇന്ന് വഴിമധ്യത്തിൽ ഈ വല്ലാതെ പതറി നിൽക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിന്റെ വീഴ്ച കണ്ട് കുറ്റം പറയാൻ നോക്കുന്ന ഒരു സമൂഹം പുറകിലുണ്ടെങ്കിൽ നിന്നെ ചേർത്ത് നിർത്തുന്ന കർത്താവ്, നിന്നെ പിടിച്ചുയർത്തുന്ന കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അവനവിടെ ഉണ്ട്. ആ മർമ്മം നിങ്ങൾ ഗ്രഹിക്കുക. അവിടെ ലോഡ് എന്ന് ഉപയോഗിച്ച പദം
ഹല്ലേലൂയ. കർത്താവേ, മുങ്ങിത്താഴാൻ പോവുകയാണെന്ന് പറയുന്ന പ്രാർത്ഥന അവിടെ ഉപയോഗിച്ച പദം ഹല്ലേലൂയ ഓൾമൈറ്റി ഗോഡ് എന്ന പദമാണ്. ഓ, എന്നെ ഈ ആഴങ്ങളിലേക്ക് മുക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തിയുടെ മേൽ അധികാരമുള്ള കർത്താവേ, ഓ സ്തോത്രം സ്തോത്രം സ്തോത്രം. എന്നെ മുക്കുന്ന, എന്നെ വീക്കാക്കി കളയുന്ന, എൻ്റെ മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ തടയുന്ന ദുർവ്യാപാരങ്ങളുടെ മേൽ അധികാരമുള്ളവനെ, ഓ ആ പ്രാർത്ഥന പാത്രോസിൽ നിന്ന് പുറത്തു വന്നു. യേശു അലർട്ടാവുകയാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2-3 മിനിറ്റ് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. വാട്ട് എവർ യു വാണ്ട് ടു പ്രേ, യു ക്യാൻ പ്രേ നൗ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം. അർത്ഥൽ വക്ഷസ്യാല, ശ്രദ്ധ മാറരുത്. കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഗ്രൗണ്ട് ശരിയാക്കുന്ന ആലോചനകൾ കർത്താവ് തന്നു. തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതെല്ലാം ഏറ്റുപറയുവാൻ ദൈവാത്മാവ് നമുക്ക് അവസരങ്ങൾ വചനത്തിലൂടെ നൽകി തന്നിരിക്കുന്നു. ഇപ്പോഴുള്ള സമയമെന്ന് പറയുന്നത് നീ വിളിക്കേണ്ടതുപോലെ കർത്താവിനെ വിളിക്കാനാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. നിന്റെ ഇന്നത്തെ സാഹചര്യത്തിൻ്റെ നടുവിൽ ദൈവ പൈതലേ പിടിച്ചുയർത്തണമെന്ന് അവന് താല്പര്യമുണ്ട്. നിന്റെ ശിരസ് ഉയർന്നിരിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. നിന്നെ നോക്കുന്നവർ ഹല്ലേലൂയ നിന്നെ കണ്ടുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചവരെന്ന് പറയണമെന്ന് അവൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട്. This is your time to receive God's touch in your life. ഹല്ലേലൂയ. ദൈവ സ്പർശനം അനുഭവിക്കുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ. ദൈവ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു സമയമാണിത്. നിനക്ക് വേണ്ടി ശത്രു ഉയർത്തി വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് സൈൻ എടുത്തു മാറ്റി, തടസ്സങ്ങളുടെ ഭിത്തികളെ, ബാരിക്കേഡുകളെ മാറ്റി, ആത്മിക ശുശ്രൂഷയുടെ തലം ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്നു. ആത്മമണ്ഡലം നമുക്ക് മുൻപിൽ തുറന്നിരിക്കുകയാണ്. ദൈവത്തിന് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കുവാനും നമ്മെ മാനിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനുമുണ്ട്. ആരും മടി കാണിക്കണ്ട. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അധരങ്ങൾ തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഈ പകൽ ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും നീ ഞങ്ങളുടെ നടുവിൽ തന്നിരിക്കുന്നല്ലോ. നിന്റെ ജനം നിന്നാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ജനം നിന്നാൽ മാനിക്കപ്പെടട്ടെ. ഓ, നിന്നാൽ അവർ കരം പിടിച്ചുയർത്തപ്പെടട്ടെ. ഓ ഹല്ലേലൂയ. വീഴ്ച നോക്കുവാൻ, ഹല്ലേലൂയ, വീഴ്ച നോക്കി കാത്തിരിക്കുന്നവർ, പരാജയം നോക്കി കാത്തിരിക്കുന്നവർ ഈ പകൽ ലജ്ജിതരാകട്ടെ. ഹല്ലേലൂയ. 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 പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നിങ്ങളാരും മൗനമായി നിൽക്കണ്ട. ഇഫ് യു വാണ്ട് ടു റിസീവ് സംതിങ്, കർത്താവേ സ്തോത്രം. നിന്നാല് കരം പിടിച്ചുയർത്തപ്പെടേണ്ട അനേകർ ഇതിനകത്തുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില വിടുതൽ കാണേണ്ടവർ ഇതിനകത്തുണ്ട്. ഓ സ്തോത്രം 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 സ്തോത്രം. ഓ ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി സംഭവിക്കുന്നു. കമലപക്ഷസ്യാല ഓരീ ബലപക്ഷസ്യാല ബറഖനസ്യാല അർത്ഥാര വൈഡമനകസ്യാൽ ഖനാദിയ. ഓ ദൈവിക വിടുതലുകൾ നടക്കുന്നു സഹോദര. ഓ സ്തോത്രം. അവന് നിന്നെ മാനിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. നിന്നെ മുങ്ങാൻ അവൻ അനുവദിക്കത്തില്ല. കപാലപക്ഷാല. സർവശക്തനായ ദൈവം, സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവം മാനിക്കും, മാനിക്കും. ഗ്ലോറി 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 ഗ്ലോറി. യേശുവിൻ നാമത്തിൽ ആ വിടുതലുകൾ നടക്കുന്നതിനായി നന്ദി. ആ വിടുതലുകൾ നടക്കുന്നതിനായി നന്ദി. ആ വിടുതലുകൾ ആഴമണ്ഡലങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം.
ഓ ദൈവപ്രവൃത്തി നടക്കുന്നതിനായി സ്തോത്രം. വലിയ സാക്ഷ്യങ്ങൾ രചിക്കപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമൈതലെ പ്രാർത്ഥിച്ചോ. ഖബാല, വലിയ സാക്ഷ്യങ്ങൾ രൂപപ്പെടുന്നു. വലിയ സാക്ഷ്യങ്ങൾ. യെസ്, വലിയ സാക്ഷ്യങ്ങൾ, ഉന്നത സാക്ഷ്യങ്ങൾ പറയാൻ ദൈവം നിന്നെ ബലപ്പെടുത്താൻ പോകുന്നു. ഓ ഖുബാലവേ ഖബോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഖബൽ ബടാ ജലാദര. Glory be to God, glory be to God. Hallelujah, 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 hallelujah. വലിയ വലിയ സാക്ഷ്യങ്ങൾ പറയുവാൻ തക്ക നിലയിൽ വലിയ ദൈവപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓറിക്കൽ ശമർധുനാസിയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഇതെല്ലാം നടക്കും. കലാമനഹസ്യാന. ദൈവനാമത്തിന് നീ എന്നും ഒരു മഹത്വമായിരിക്കും. ആത്മാവ് പ്രവചിക്കുന്നു. ഓ സ്തോത്രം. നീ ഒരു പുകഴ്ച വിഷയമാണ്. നീ ദൈവത്തിന്റെ സ്വപ്നമാണ്. യു ആർ എ ഡ്രീം ഓഫ് ഗോഡ്. നീ എന്തിനു തളർന്നിരിക്കുന്നു? ഓ എന്തിനു നിന്റെ മുഖം വാടിയിരിക്കുന്നു? രേഖൽ വൈഡ രവക്ഷാല. ഓ റിവലവ ഷൈഡഗലഗസ്യ. You are a dream of God. You are precious in His hand. Hallelujah, hallelujah, hallelujah. Hori kalvara ramana syamanaviya. Hallelujah, 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 hallelujah. നന്ദി കർത്താവേ, അങ്ങയുടെ കൃപകൾക്കായി നന്ദി. ഞങ്ങളുടെ ഈ വിശുദ്ധാരാധനയിലേക്ക് അങ്ങ് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടല്ലോ. നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. നീ ഞങ്ങളെ കൺവിൻസ് ചെയ്തല്ലോ. നീ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നീ ഞങ്ങളുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വന്നല്ലോ. നിന്റെ ആ കരം ഞങ്ങൾക്ക് വേണ്ടി നീ നീട്ടിയല്ലോ. താണുപോകാതെ നീ ഞങ്ങളെ പിടിച്ചുയർത്തിയല്ലോ. ചില വീര്യമേറിയ സാക്ഷ്യങ്ങൾ പറയാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ ദയയ്ക്ക് നന്ദി, അങ്ങയുടെ കരുണയ്ക്ക് നന്ദി, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. എല്ലാ ബഹുമാനവും അങ്ങയ്ക്ക്. ഞങ്ങളൊന്നുമില്ല എന്നും അങ്ങ് വലിയവനായ കർത്താവാണെന്നും ഒരിക്കൽ കൂടെ ഹൃദയം കൊണ്ട് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്നു. എല്ലാ മഹത്വവും പൊന്നുതിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ വിശ്വാസമുള്ളവരെല്ലാം കരങ്ങളടിച്ച് കർത്താവിനെ